മണ്ഡലത്തിൽ നിന്നും സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നതിനായി നാമനിർദ്ദേശം ചെയ്തിട്ടുള്ളതും നിയമപ്രകാരം സ്ഥാപിതമായ ഇന്ത്യയുടെ ഭരണഘടനയ്ക്ക് സത്യസന്ധമായ വിശ്വാസവും അനുസരണയും പുലർത്തുകയും ഇന്ത്യയുടെ പരമാധികാരവും ഐക്യവും അഖണ്ഡതയും കാത്തുസൂക്ഷിക്കുകയും ചെയ്യുമെന്ന് ദൃഢപ്രതിജ്ഞ ചെയ്യും. പീരുമേട് അസംബ്ലി മണ്ഡലത്തിൽ നിന്നും LDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന കെ സലീംകുമാർ നാമനിർദ്ദേശ പത്രികാ സമർപ്പണം നടത്തി. പീരുമേട് തഹസിൽദാർ വി സന്തോഷിന് മുൻപാകെ LDF നേതാക്കൾക്കൊപ്പം എത്തിയായിരുന്നു നാമനിർദ്ദേശ പത്രികാ സമർപ്പണം നടത്തിയത്. റെയിൻബോ ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സിൻസ് 1950 പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്ക. ഏപ്രിൽ മാസം 9-ാം തീയതി നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പീരുമേട് നിയോജക മണ്ഡലത്തിൽ നിന്നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി ജനവിധി തേടുന്ന കെ സലീംകുമാറിന്റെ നാമനിർദ്ദേശ പത്രിക സമർപ്പണമാണ് നടന്നത്. LDF നേതാക്കൾക്കൊപ്പം പീരുമേട് സിവിൽ സ്റ്റേഷനിൽ എത്തിയാണ് പീരുമേട് തഹസിൽദാർ വി സന്തോഷിന്റെ സമക്ഷത്ത് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. പീരുമേട് നിയോജക മണ്ഡലത്തിൽ നിന്നും സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നതിനായി നാമനിർദ്ദേശം. പീരുമേട് നിയോജക മണ്ഡലത്തിൽ നിന്നും ജനവിധി തേടുന്ന തനിക്ക് പിന്തുണ നൽകണമെന്നും LDF സ്ഥാനാർത്ഥി കെ സലീംകുമാർ പറഞ്ഞു. പീരുമേട് അസംബ്ലി നിയോജക മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥിയായ ഞാൻ ഇന്നലെ നോമിനേഷൻ സമർപ്പിച്ചിരിക്കുകയാണ്. മണ്ഡലത്തിലെ മുഴുവൻ വോട്ടർമാരോടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായ എനിക്ക് വോട്ട് ചെയ്ത് വിജയിപ്പിക്കണമെന്ന് വളരെ വിനീതമായിട്ട് ഈ അവസരം അഭ്യർത്ഥിക്കുന്നു. LDF നേതാക്കളായ R തിലകൻ, രാരിച്ചൻ നീരണാംകുന്നിൽ, PS രാജൻ, ജോസ് ഫിലിപ്പ്, ES ബിജിമോൾ, S സാബു, കുസുമം സതീഷ്, R വിനോദ് ജില്ലാ ഏരിയ ബ്രാഞ്ച് കമ്മിറ്റി ഭാരവാഹികൾക്കൊപ്പം എത്തിയായിരുന്നു LDF സ്ഥാനാർത്ഥി കെ സലീംകുമാർ നാമനിർദ്ദേശ പത്രിക സമർപ്പണം നടത്തിയത്. ന്യൂസ് ബ്യൂറോ, പീരുമേട്.